എസ് ഗാർഡനിങ് സാധനം. ഞാനിന്ന് നിങ്ങൾക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള ടെറസിലെ കൃഷിയിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സുകൾ, കുറച്ചുള്ളൂ, അധികമൊന്നും ഉണ്ടായിട്ടില്ല, കുറച്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ നാട്ടിൽ സാധാരണ നാട്ടിൻപുറത്ത് അധികം കണ്ടുവരുന്നൊരു ചെടിയാണ് കശുമാവാണ്. കശുമാവിൻ്റെ 3-4 ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോന്നും ഉണ്ടായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമ്പോഴേക്കും ഇതാ നല്ല പഴുത്ത് നിൽക്കുന്ന കശുമാവ് അല്ല നമ്മുടെ വീട്ടിൽ കയ്യെത്തുന്ന ദൂരത്ത്. സാധാരണ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ മരങ്ങളായിട്ട് നമ്മൾ തോട്ടിക്ക് അല്ലെങ്കിൽ കല്ലെറിഞ്ഞൊക്കെയാണ് പണ്ട് കാലത്തൊക്കെ പൊട്ടിക്കുക. നമ്മുടെ കയ്യിൽ കാണാം ചെറിയ കുട്ടികൾക്കൊക്കെ സിമ്പിളായിട്ട് ഒന്ന് പൊട്ടിക്കുക. ഇതിലിതാ ചെറുതായിട്ടൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഒരെണ്ണം 3-5 ഉണ്ടായിരുന്നു കേട്ടോ. അത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടായിക്കണേ, 1 വർഷമായിട്ടുള്ളൂ. അതുകൊണ്ട് അധികം ഉണ്ടായത് കുറേയൊക്കെ കരിഞ്ഞു പോയി. എന്നാലും 3-4 കിട്ടി. എന്നാലും ആദ്യത്തെ സമയമല്ലേ, ഇനി അടുത്ത വർഷം തൊട്ട് നന്നായിട്ടുണ്ടാവുന്നിരിക്കുന്നു. പിന്നെ നമുക്കൊരു ഫ്രൂട്ട് കാണിക്കാനുള്ളത് ഇതാ ചിക്കുവിൻ്റെ തന്നെ നല്ലൊരു വലിയൊരു ഉണ്ടോ, നല്ല വലുപ്പത്തിൽ ഒരെണ്ണുണ്ടായി നിൽക്കുന്നുണ്ടോ. നിറയെ ചെറുതുകളൊക്കെ ഉണ്ട് കേട്ടോ, ഫുള്ളായിട്ടുണ്ട്. ഇതൊക്കെ ഓരോന്നുണ്ടാകുമ്പോൾ നല്ല വലുപ്പത്തിൽ ഉണ്ടാകുന്നുണ്ട്, നല്ല ഭംഗിയിൽ. പിന്നെ കുറച്ച് പേരക്കായൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. കാണിച്ചു തരാം. ഒരു പേരക്കായ ായിട്ടുണ്ട്. നിറയെ പേരക്കായ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഇസ്രായേൽ ഓറഞ്ച് നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. പഴുത്തോടിങ്ങുണ്ട്. ഇത് ഫുൾ റെഡ് മഞ്ഞ കളർ വരും. അങ്ങനെയാണ് നല്ലൊരു ഇത് കണ്ട ജപ്പാൻ പേരാണ്. നിറയെ പൂട്ട് നിൽക്കുന്നുണ്ട്. ഒരു മാസം കൊണ്ട് എടുക്കും ഇതൊക്കെ റെഡി ആയി വരുമ്പോൾ. ഇത് നമുക്കൊരു പ്രത്യേക ഗുവയാണ്, ജപ്പാൻ ഗുവയാണ്, റെഡ് ഗുവ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊട്ടിക്കുകയാണ്. കണ്ട വലിപ്പം കണ്ട ഒരു പേരക്കട. ഞാൻ മുമ്പ് ഇതിന് വീടിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ കുറച്ച് അവരോടൊക്കെ ആയിട്ട് ഓരോ ഉണ്ടായിട്ടുണ്ട്. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നല്ല രീതിയിൽ ഇപ്പോൾ ചെടികളെല്ലാം നല്ല ഭംഗിയിൽ ഉണ്ടായി നിൽക്കുന്നത്. വേനൽക്കാലമാണ്. നമുക്ക് ഈ സമയത്ത് നന്നായിട്ട് വെള്ളവും വളവും കൊടുത്തതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വിളകൾ കിട്ടുന്ന സമയമാണ്. ഇതാ എൻ്റെ ഒരു പൈനാപ്പിൾ ഇതാ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാ ഫ്രൂട്ട്സും വേണം എന്നുള്ളൊരു ആഗ്രഹത്തോണ്ടാണ് ഞാൻ പൈനാപ്പിളും കൂടെ വെച്ചത്. അത്യാവശ്യം എല്ലാ ഫ്രൂട്ട്സുകളും ഞാൻ എൻ്റെ തോട്ടത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് ഞാൻ പൊട്ടിക്കാൻ പോവാണ്. കശുമാവ് പൊട്ടിച്ചു. സപ്പോർട്ട കുറച്ചും കൂടി വലുപ്പമാവണം, അപ്പോൾ പൊട്ടിക്കാം. പിന്നെ ഞാൻ ഉണ്ടായി നിൽക്കുന്ന ഫ്രൂട്ട്സ് ഇപ്പോൾ മാതളം നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഒരു 8-10 നിറയെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. എല്ലാ ചില്ലകളും ചെറിയ ചെറിയ ചില്ലകളാണ് കണ്ടോ. അതൊക്കെ ഇതിന് താങ്ങാൻ പറ്റാണ്ടാണ് നിൽക്കണത്. നോക്കിയേ, എല്ലാ കൊമ്പിലും നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ചെറിയ ചെറിയ കൊമ്പുകളിലൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. അപ്പം നമുക്ക് ആവശ്യമുള്ള എല്ലാ ഫ്രൂട്ട്സുകളും വേണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഇതെല്ലാം വെച്ചിട്ടുള്ളത്. ഒരുവിധം എല്ലാ ഫ്രൂട്ട്സുകളും ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് വിപണിയിൽ കിട്ടുന്ന അത്യാവശ്യം എല്ലാ ഫ്രൂട്ട്സുകളും ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സുകളൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മുടെ പറമ്പിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ നിന്ന് പൊട്ടിക്കാമെന്ന് പറയുന്നെങ്കിൽ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ചട്ടികളായാലും നമുക്ക് കുറച്ച് സ്ഥലമുള്ളെങ്കിലും അവിടെ വയ്ക്കുക. ഇതുപോലെ നമുക്ക് പൊട്ടിച്ച് നമുക്ക് കഴിക്കാം. നമുക്ക് ആവശ്യത്തിന് എപ്പോൾ വന്നാലും നമ്മുടെ തോട്ടത്തിൽ നിന്ന് ആവശ്യമുള്ള പഴങ്ങളൊക്കെ നമുക്ക് കിട്ടാമെന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് എനിക്കൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് എല്ലാ ഫ്രൂട്ട്സും കൂടി ഉണ്ട്. ആപ്പിളും ഓറഞ്ചും എല്ലാം വെച്ചിട്ടുണ്ട്. അതൊന്നും ആയിട്ടില്ല, ആയി വരുന്നുള്ളൂ. മുന്തിരി ഉണ്ട്, എല്ലാ സാധനങ്ങളും ഞാൻ വെച്ചിട്ടുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഇപ്പോൾ ഇനി കുറച്ചും കൂടി സമയം കഴിഞ്ഞാൽ എല്ലാം ആവും. ഇപ്പം ഉണ്ടായിട്ടുള്ള കുറച്ച് കാണിച്ചു തന്നു മാത്രം. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക എല്ലാവരും. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കൃഷികൾ ചെയ്ത് അവരവരുടെ വീട്ടിൽ അവരവർക്കുള്ള ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുക. വിഷമില്ലാത്തത് കഴിക്കുക. നമ്മളെ കുട്ടികൾക്കൊക്കെ വിഷമില്ലാത്തത് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.